എൻ്റെ പേര് മുസ്തഫ എന്നാണ്. ഈ സ്ഥാപനത്തിൻ്റെ പേര് A1 ഇൻഡസ്ട്രിയൽ. ഇത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ പട്ടാമ്പി പള്ളിപ്പുറം റോഡിൽ കരുവാമ്പടി ഗേറ്റിൻ്റെ നിയർ പെട്രോൾ പമ്പ് ഉണ്ട്, അതിൻ്റെ അടുത്തായിട്ടാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. ഈ മേഖലയിൽ ഞാൻ ടോട്ടൽ ഒരു 10 വർഷമായി ഈ മേഖലയ്ക്ക് കടന്നു വന്നിട്ട്. അതിൽ ഒരു 5 വർഷം ഞാൻ കാരക്കുത്തായിരുന്നു. കാരക്കുത്തൊരു വെൽഡിംഗ് വർക്ക്ഷോപ്പ് ഇട്ട് അവിടെ ആയിരുന്നു. ഇപ്പോൾ 5 വർഷമായി ഞാൻ ഈ കരുവാമ്പടി മേഖലയിലാണ് വർക്ക്ഷോപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് റൂഫിങ്, അതുപോലെ ഗേറ്റ്, ഗ്രില്ല്, പിന്നെ ഓട് വർക്ക്, എല്ലാ വർക്കുകളും. പിന്നെ ഈ വർക്ക് ഓഫ് ടൈം ആകുമ്പോൾ നമ്മൾ ഇവിടെ വർക്ക്ഷോപ്പിൽ വെച്ച് വണ്ടിയുടെ പാച്ച് വർക്കുകൾ, കാര്യങ്ങൾ, അങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യാറുണ്ട്. ആ സ്ക്വയർ ഫീറ്റ് ചെയ്യുന്ന വർക്കുകളുണ്ട്. ചെറിയ പിന്നെ വീടുകളിൽ ചെല്ലുമ്പോൾ ആ ഓണർമാരെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അവർ സാധനങ്ങളൊക്കെ അവർ ഇറക്കി തരും, നമ്മൾ ലേബർ പറയും, അങ്ങനെയാണ് വർക്ക് എടുക്കല്. ഓടും ചെയ്യുന്നുണ്ട്, സീറ്റും ചെയ്യുന്നുണ്ട്. എല്ലാം ചെയ്യുന്നുണ്ട്, 2 വർക്കും ചെയ്യുന്നുണ്ട്. പിന്നെ ഗേറ്റിലേക്ക് വരുമ്പോൾ അതിന്റെ ഗേറ്റ് നമ്മൾ എങ്ങനെ വെച്ചാൽ കിലോ വെയിറ്റിനാണ് കൊടുക്കുക. ഗേറ്റ് നമ്മളൊരു കിലോ 150-160 രൂപ എന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ മോഡലിനനുസരിച്ച് റേറ്റിൽ വ്യത്യാസം വരും, അങ്ങനെ കൊടുക്കല്. പിന്നെ വീടുകളിൽ നമ്മളെ ഗിഡില്, ഹാൻഡ് റെയില്, ഈ നമ്മളെ സ്റ്റെയർസിനൊക്കെ ഹാൻഡ് റെയിൽ സെറ്റ് ചെയ്യുക, അങ്ങനത്തെ വർക്കൊക്കെ SS ചെയ്യുന്നുണ്ട്, MS ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു SS ഒക്കെ വിട്ടിപ്പോൾ ഒരു MS മേഖലയിലേക്ക് മാറിയിട്ടുണ്ട്. നമ്മളെ ഈ സ്റ്റെയറിന്റെ അഴികളൊക്കെ MS ചെയ്ത് അതിന്റെ മുകളിൽ ഈ തേക്കിന്റെ ഒരു വുഡ് ഡിസൈൻ ചെയ്തിട്ട് ഹാൻഡ് റെയിലായി കൊടുക്കുന്ന ഒരു സംവിധാനമൊക്കെ ഉണ്ട്. നല്ല മോഡലിംഗ് വർക്കാണ് ഇതൊക്കെ ചെയ്തു വരുന്നുണ്ട്. അത് ഒരു 6 മീറ്റർ കോണിയൊക്കെ നമുക്ക് ഒരു ദിവസം, ഒരു 2 ദിവസം, മാക്സിമം ഒരു 1.5 ദിവസം, അതിൽ കൂടിയ 2 ദിവസം. കറണ്ടൊക്കെ നമുക്ക് എന്തെങ്കിലും അപകടം വരികയാണെങ്കിൽ 2 ദിവസം കൊണ്ട് നമ്മൾ സെറ്റ് ചെയ്തോളൂ. ഈ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ ഉണ്ട്. പിന്നെ നമ്മൾ എന്താന്ന് വെച്ചാൽ എനിക്ക് കോമ്പറ്റീഷൻ വരാത്ത എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഗ്രൗണ്ടിലിറങ്ങി കളിക്കുക, അതിന്റെ പേരില്ല. ഒരുവിധ ആളുകളൊക്കെ ഗാലറിയിൽ നിന്ന് കളി കാണാണ്. പണിക്കാർ വെച്ചാകുമ്പോൾ കോമ്പറ്റീഷൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനെന്ന് പറയുമ്പോൾ പണിക്കാർ കൂടെ വർക്ക് ചെയ്യാണ്. അതുകൊണ്ട് നമ്മളൊരു കൂലി ബേസ്, അങ്ങനെയുള്ള ഒരു ആദായം നമുക്ക് ലഭിക്കും. എല്ലാവർക്കും ചെയ്യും, എല്ലാവർക്കും ഓൾറെഡി നമ്മൾ ചെയ്യും. ഡീൽ ചെയ്യാം, നമ്മളെ ഡീലിംഗ് എല്ലാ കാര്യങ്ങളും. പിന്നെ പണിക്കാരെ കൂട്ടി ഞാൻ തന്നെ വണ്ടിയിൽ അവരെ കയറ്റി, സാധനമൊക്കെ കയറ്റി അവരെ കൊണ്ടുപോകും. സൈറ്റിൽ അവരെ കൂടെ ഞാനും വർക്ക് ചെയ്യാണ്, വൈകിട്ട് പോരുന്നവരെ വർക്ക് ചെയ്യും. ഒരുപാട് മാറ്റങ്ങൾ ഇപ്പൊ നമ്മൾ എന്ത് റൂഫൊക്കെ മോഡലിസ്റ്റ് വർക്കുകളായി മാറി. ഓട് വർക്കായാലും ശരി, നമ്മൾ ഷീറ്റ് വർക്കായാലും ശരി, ഒക്കെ മോഡലിംഗ് മാറി. പിന്നെ പോളികാർബൺ, അങ്ങനെയുള്ള ഒരു വീടിന്റെ ഫ്രണ്ടേജ് ഒക്കെ ചെയ്യുന്ന മോഡലൊക്കെ ചെയ്യുന്ന പോളികാർബൺ ഷീറ്റുകൾ, അതൊക്കെ ഒരുപാട് വ്യത്യസ്ത മോഡലുകൾ ഇപ്പം ഉണ്ട്. അവർക്കൊക്കെ ചെയ്യാൻ പറ്റും. കാർ പോർച്ച്, അതൊക്കെ മോഡലായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഒരുപാട് വ്യത്യസ്ത മോഡലുകളുണ്ട്. നമ്മൾ ഡയറക്റ്റ് ക്ലൈന്റാ, എഞ്ചിനീയേഴ്സിന്റെ വർക്ക് ഞാൻ എടുക്കാറില്ല. കാരണം നമുക്ക് സമയം കിട്ടാറില്ല. നമ്മളെ വർക്ക് കഴിഞ്ഞ് എഞ്ചിനീയേഴ്സിന്റെ വർക്ക് എടുക്കാനുള്ള സമയം കിട്ടാറില്ല. ഡയറക്റ്റ് വർക്കാണ്. സഹായിക്കാൻ ഇപ്പൊ ആൾറെഡി 2 പേരാണുള്ളത്. കൂടുതൽ നമ്മളെ ഈ പരിസരമാണ്. പിന്നെ നമ്മള് തിരൂര്, പിന്നെ താനൂർ, അങ്ങനെ ആ ഭാഗത്തൊക്കെ പോയിട്ട്, വൈലത്തൂര് ആ ഭാഗത്തൊക്കെ പോയിട്ട് വർക്ക് എടുക്കാറുണ്ട്. ദൂരെ പോയിട്ട് ഇവിടുത്തെ ഓരോ ആളുകളുടെ പ്രകാരം നമ്മൾ അവിടെ പോയി വർക്ക് എടുക്കും. വർക്ക് നമ്മളെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു പരിചയം, അതായത് നമ്മളിപ്പോൾ ഒരു വീട്ടിൽ വർക്ക് എടുത്തു കഴിഞ്ഞാൽ അവരുടെ റിലേഷൻ, അവരുടെ വീട്ടിൽ വന്ന വർക്ക് കാണുമ്പോൾ അവർ പറയാണ് ഇപ്പോൾ ഈ വർക്ക് ആരെ ചെയ്തു വെച്ചാൽ അവരുടെ നമ്പർ കൊടുക്കും. അങ്ങനെ ഞാൻ പോയി ആ മെഷർമെന്റ് എടുത്ത് അതിന് കൊട്ടേഷൻ കൊടുത്ത് അങ്ങനെ വർക്ക് പിടിക്കുക. അങ്ങനിപ്പോൾ നമ്മളിവിടെ കാരക്കുത്തൊരു വീട്ടിൽ വർക്ക് ചെയ്തു. അവരാ ഒരു ഇഷ്ടപ്രകാരം ഞാൻ ലക്ഷദ്വീപിൽ പോയി വർക്ക് ചെയ്തിട്ടുണ്ട്. അവരൊരു റിലേഷൻ ലക്ഷദ്വീപിൽ നിന്ന് വന്നപ്പോൾ ഇത് വർക്ക് ആരെ ചെയ്തു വെച്ചപ്പോൾ ഞാനാണെന്ന് പറഞ്ഞു. എൻ്റെ നമ്പർ കൊടുത്തു. അങ്ങനെ ഞാനും എൻ്റെ ഒരു കൂട്ടാനും പോയി ലക്ഷദ്വീപ് പോയി ഒരു 45 ദിവസം അവിടെ വർക്ക് എടുത്തു. അവിടെ പോയിട്ട് എല്ലാ വർക്കും, ഒരു 3 നില ഫ്ലാറ്റിന്റെ മൊത്തം വർക്ക്, ഹാൻഡ് റെയിൽ, റൂഫിങ്, കാർ പാർക്കിംഗ്, എല്ലാ വർക്കും ഞങ്ങൾ ചെയ്തു. അവിടെ മെറ്റീരിയൽ ഞങ്ങൾ ഇവിടുന്ന് വേങ്ങരയുന്നുണ്ട്. അവിടെ മെറ്റീരിയൽ കിട്ടൂല. ലക്ഷദ്വീപിൽ പറഞ്ഞ മെറ്റീരിയൽ മൊത്തം നമുക്ക് ഇവിടുന്ന് പോകണം. ബേപ്പൂരിന്ന് കപ്പൽ വഴി നമ്മൾ കൊണ്ടുപോകുന്നത്, ഒരു വഴി ബേപ്പൂർ കൊണ്ടുപോയി. ബേപ്പൂരിൽ നിന്ന് നമ്മൾ ഈ ലക്ഷദ്വീപിൽ കൊണ്ടുപോയി. കവരത്തി ദ്വീപിൽ ഞാൻ വർക്ക് ചെയ്യുന്നത് അവിടെ കൊണ്ടുപോയി. ഇനി ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ വർക്കായിട്ട് മുന്നോട്ട് പോകാനേ. കാരണം ഞാൻ ഇതിന്റെ മുന്നേ ഒരു ബാഗ് ഫീൽഡിലായിരുന്നു. ഒരു 20 വർഷത്തോളം ഞാൻ ബാഗ് മേഖലയിൽ വർക്ക് ചെയ്ത ആളാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ മേഖല തിരഞ്ഞെടുക്കുന്നത്. ഈ മേഖല എന്ന് പറയുമ്പോൾ ബോറടിക്കാനില്ല. പണിക്കാർ നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ബോറടിക്കില്ല. കണ്ടിന്യൂ ആയിട്ട് വർക്ക് എടുക്കും. നമുക്ക് ഒരു ദിവസം ഇപ്പോൾ ലീവില്ല. ഒരു ശനിയോ അല്ലെങ്കിൽ ഒരു വെള്ളിയോ ഒരു ഞായറോ ലീവ് എടുക്കാറില്ല. ഞങ്ങൾ കണ്ടിന്യൂ വർക്കാണ്. ഇപ്പോൾ നമ്മളെ ബായി വന്നാലും അവർക്ക് ലീവ് പാടില്ല, പോകുന്നവരെ വർക്ക് കൊടുക്കണം എന്നാ. അപ്പോൾ അതിന്റെ കൂടെ ഞങ്ങൾ 2 പേരും വർക്ക് എടുക്കും. ആ ഗ്യാസിന്റെ കൂടെ ഇതാ പുതിയ മോഡൽ, ഇപ്പോൾ ഐറ്റംസ് ഇറങ്ങിയിട്ട് വെറൈറ്റി മോഡൽ. നമ്മൾ ഈ ഡോർ തുറക്കുമ്പോൾ തന്നെ അതിന്റെ കുറ്റി അതിന്റെ കൂടെ പുറത്ത് വരും. ആദ്യമൊക്കെ നമ്മൾ ചുമരിന്റെ ഉള്ളിൽ കുറ്റി കയറ്റി വെക്കണം. ഇപ്പൊ അതിന്റെ കൂടെ പുറത്തിരുന്ന മോഡലുകൾ ഇപ്പൊ ചെയ്ത് നോക്കുന്നത് ആ ടൈപ്പ് ഉണ്ട്. അതിന്റെ ഒരു പീസിന്റെ മോഡലാണ് ഇരിക്കുന്നത്. ഐ ബീം വർക്ക് എല്ലാം ചെയ്യാറുണ്ട്. വലിയ ഗോഡൌണിന്റെ വർക്കൊക്കെ എടുക്കുമ്പോൾ വലിയ ബീം വർക്ക് വരും. ക്രെയിൻ ഉപയോഗിച്ച് സാധനങ്ങൾ കയറ്റേണ്ട വർക്കുകൾ വരും. ആളെ കൊണ്ട് കഴിയാത്തത് ക്രെയിന് റെന്റിന് കൊടുത്തിട്ട് അങ്ങനെ കയറ്റുന്ന വർക്ക്, സെറ്റ് ചെയ്യുന്ന വർക്കുകളുണ്ട്. പിന്നെ ഇത് കരുവാമ്പടിയാണ് എൻ്റെ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. കരുവാമ്പടി പള്ളിപ്പുറം പട്ടാമ്പി റൂട്ടിലാണ് ഈ കരുവാമ്പടി പറഞ്ഞ സ്ഥലം. അവിടെ സ്പ്രിംഗ് ഗാർഡൻ എന്ന് പറഞ്ഞിട്ടൊരു ഗാർഡൻ കട ഉണ്ട്. അതിന്റെ ഓപ്പോസിറ്റാണ് നമ്മളെ സ്ഥാപനം. തൊട്ടപ്പുറത്ത് പെട്രോൾ പമ്പാണ്. ഗേറ്റ്, പാലത്ര ഗേറ്റ് പമ്പ്, പെട്രോൾ പമ്പ്.